ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന 15 ബോഡി പാർട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബോയ് ഒരു ഗേളിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവളുടെ സ്മൈല് തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ സ്മൈലാണ്. ഇപ്പോൾ അവരുടെ ടീത്തിൻ്റെ പല്ലൊക്കെ പോയിരിക്കുകയാണ്, അതേപോലെ തന്നെ കേട് വന്ന് രീതിയിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിരിക്കുമ്പോൾ തന്നെ യാതൊരു അട്രാക്ഷനും അവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ബോയ്സ് ഒരു ഗേളിനെ കാണുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അവളുടെ സ്മൈൽ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് ഒരു ബോയ് ഒരു ഗേളിനെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്നത് അവളുടെ കണ്ണ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള കണ്ണാണോ, നല്ല രസത്തിലുള്ള കണ്ണാണോ എന്നൊക്കെയാണ് സെക്കൻഡ് ആയിട്ട് അവർ നോട്ടീസ് ചെയ്യുന്നത്. ഐസിൻ്റെയും സ്മൈലിൻ്റെയും കാര്യം കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് ബോയ്സ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്. ചെസ്റ്റും ബോയ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള പോയിന്റ് വരുന്നത് ഹെൽത്തി ഹെയർ ആണ്. എന്ന് വെച്ചാൽ കേളി ആയിട്ടുള്ള ഹെയർ അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യമുള്ള മുടി എന്നുള്ളത് ബോയ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ പണ്ടൊക്കെ ചിലരുടെ വിവാഹ സങ്കല്പങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നല്ല മുടിയുള്ള കുട്ടിയായിരിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഹെയർ എന്ന് പറയുന്നത് ബോയ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെ. ഫിഫ്ത്ത് പോയിന്റ് ആണ് നമ്മൾ വെയിറ്റിന്റെ കാര്യമാണ് കേട്ടോ. കൂടുതലായിട്ട് തടിച്ചിട്ടുള്ള ആളാണോ, അതേപോലെ തന്നെ നല്ല മെലിഞ്ഞിട്ടുള്ള ശരീരമുള്ള ആളാണോ എന്നീ കാര്യങ്ങളൊക്കെ ബോയ്സ് നല്ല രീതിയിൽ നോട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സിക്സ്ത് പോയിന്റ് വരുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ഉള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഫേസിൽ നമ്മൾ അധികം കുറേ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവർക്കത് നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അവർ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യും കേട്ടോ. സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലുകളുടെ ഒരു ഭംഗി അവരെപ്പോഴും നോട്ടീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറായിട്ട് തടിച്ചിട്ടുള്ള കാലാണോ, അതേപോലെ തന്നെ നല്ല രീതിയിൽ മെലിഞ്ഞ് ഒട്ടിയ കാലാണോ എന്നുള്ളതൊക്കെ അവർ നോക്കും. പിന്നെ എയ്ത്ത് പോയിന്റ് വരുന്നത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് നല്ല ഡ്രസ്സിങ് സ്റ്റൈലാണ് എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചിലർ നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് എന്നുള്ളത് ശ്രദ്ധിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു കാഷ്വലായിട്ട് പുറത്ത് പോവുകയാണ്, അങ്ങനെ രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ബോയ്സ് നല്ല രീതിയിൽ നോട്ട് ചെയ്യും എന്നുള്ളതൊരു സത്യമാണ് കേട്ടോ. നയൻത്ത് പോയിന്റ് ആണ് എബൌട്ട് ഹൈറ്റ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ലേഡിയെ കാണുമ്പോൾ ഇപ്പോൾ ബോയ്സ് വിചാരിക്കും നല്ല രീതിയിലുള്ള ഹൈറ്റ് ആണല്ലോ, ഇതിനൊക്കെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ വരുമോ എന്നുള്ള രീതിയിലൊക്കെ ബോയ്സ് ചിന്തിക്കും. പിന്നെ വേറൊരു ആളിനൊക്കെ കുറച്ച് ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ളൊരു ഗേളിനെ കാണുമ്പോൾ ഇത് എൻ്റെ പാകത്തിനൊത്ത് ഉള്ളൊരു ഗേളാണ്, അല്ലെങ്കിൽ എനിക്കിത് പോരാ, കുറച്ചും കൂടി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മനസ്സിൽ ചിന്തിക്കും എന്നുള്ളതാണ് കേട്ടോ. ടെൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ഉള്ള ബോഡി ഷേപ്പാണ്. നമ്മൾ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ, വെയിറ്റിനനുസരിച്ചുള്ള ഹൈറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബോയ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ് കേട്ടോ. 11ാമത്തെ പോയിന്റ് ആണ് നമ്മുടെ വോയിസ് ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ചില സെലിബ്രിറ്റീസിൻ്റെ വോയിസ് ഒക്കെ കേൾക്കാറുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള വോയിസ് ആയിരിക്കും, നല്ല ക്യൂട്ട് വോയിസ് ആയിരിക്കും മൂവീസിലൊക്കെ നമ്മൾ കാണാറുള്ളത്. പക്ഷേ അവർ റിയൽ ലൈഫിൽ വല്ല സ്റ്റേജ് പ്രോഗ്രാമിനോ അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ വരുമ്പോഴാവും അവരുടെ വോയിസ് എത്ര ഹാർഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക ചിലരുടെയെങ്കിലും. അപ്പോൾ ബോയ്സും ഈ ഒരു കാര്യം നോട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണോ, നല്ല ഹാർഡായിട്ടുള്ള വോയിസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്. 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. കുറച്ച് പൊങ്ങിയിട്ടുള്ള ടീത്താണോ, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടിയും വരയും ഒക്കെ നല്ല രീതിയിൽ നല്ല രസമുള്ള രീതിയിലുള്ള ടീത്താണോ എന്നുള്ളതൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട്. 13ാമത്തെ പോയിന്റ് ആണ് നമുക്ക് ജോക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ആണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നല്ല സീരിയസ് ഉള്ള ആളാണോ, എപ്പോഴും നല്ല റൂഡായിട്ടുള്ള ആളാണോ എന്നൊക്കെ അവർ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ജീവിതം തന്നെ ജോക്കാണോ എന്നുള്ള ലെവലിലാണോ എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ബോയ്സ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പോയിന്റ്. 14ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോയ്സ് മാത്രമല്ല ഗേൾസും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എബൌട്ട് അവർ ബോഡി സ്മെല്ല് എന്നുള്ളതാണ്. അപ്പോൾ ചിലവരതൊക്കെ പെർഫ്യൂം വെച്ച് അത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ ബോഡി സ്മെല്ല് അവർ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യും. നല്ലൊരു ബോഡി സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ബോയ്സിന് നല്ലൊരു അട്രാക്ഷൻ നമ്മൾ ഫീൽ ചെയ്യാൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
15ാമത്തതും ഏറ്റവും അവസാനത്തതുമായ എന്നാൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയിൻ്റാണ് അബൌട്ട് അവർ കോൺഫിഡൻസ്. നമ്മളെ കോൺഫിഡൻസ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ചെയ്യുന്നു, നല്ല രീതിയിൽ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതും ഇതൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ആളാണോ എന്നുള്ള കാര്യമൊക്കെ ബോയ്സ് നല്ല രീതിയിൽ നോട്ട് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരും നല്ല ഇൻസ്പയർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ടോപ്പിക്കിലൂടെ കാണാം. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. താങ്ക് യു.